അമ്മ നഷ്ടപ്പെട്ട 5 വയസ്സുകാരൻ, ഒന്നുമറിയാത്ത 9 ദിവസം മാത്രം പ്രായമായ പെൺകുഞ്ഞ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഭർത്താവ് സനീഷ്. കാവ്യയുടെ ചിതയ്ക്ക് മുന്നിൽ കണ്ണീർ വറ്റുന്നില്ല. കഴിഞ്ഞ 24-നാണ് പറവൂർ പട്ടണം സ്വദേശിനിയായ കാവ്യമോൾ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. രണ്ടാമത്തേതും സുഖപ്രസവം തന്നെയായിരുന്നു. എന്നാൽ അധികം വൈകാതെ അമിത രക്തസ്രാവം തുടങ്ങി. പിന്നാലെ ഹൃദയാഘാതവുമുണ്ടായി. 24-ന് രാത്രിയോടെ കാവ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് മാറ്റി. 31-ന് വൈകിട്ട് കാവ്യ മരിച്ചു. ഡോൺ ബോസ്കോ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവാണ് കാവ്യ മരിക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് യൂട്രസ് റിമൂവ് ചെയ്താലും ഓക്കെ വന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഇത് തന്നെ അവിടെ കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. 2-3 പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു, പലവരും ചോദിച്ചപ്പോൾ അവിടെ ഓക്കെയാണ് കുഴപ്പങ്ങൾ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ വെന്റിലേറ്ററിൽ തന്നെ വെക്കാമെന്നാണ് അവർ പറയണത്. മാക്സിമം അവിടെ തന്നെ അവർ പൈസ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ആംബുലൻസ് വരാനായിട്ടേക്കാട്ട് 9 മണിക്കാണ് ഇവിടെ വന്നത്. തിരിച്ചവിടെ 10 മണി, ഉദ്ദേശം 10 മണിയോടെയായി. അതിനിടയ്ക്ക് വന്ന് അപ്പോൾ ഇവിടെ ഇന്റേണൽ ബ്ലീഡിങ് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അവർക്ക് അറിയത്തില്ല അത് എന്താണെന്ന്. അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഇല്ല, ആശുപത്രിയിലില്ല. അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ബ്ലഡ് മുഴുവൻ ഇതായിപ്പോയിക്കണം. ശരീരത്തിലെ പല ഭാഗങ്ങളും ബ്ലഡ് കെട്ടിക്കിടക്കായിരുന്നു. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്. അതുമല്ല ഈ 6 മണിക്കൂർ ഡിലേ വരുത്തി ഞങ്ങൾക്ക്. എന്നാൽ ആരോപണങ്ങൾ ഡോൺ ബോസ്കോ ആശുപത്രി നിഷേധിച്ചു. ഇവിടുന്ന് നമ്മൾ ഹൃദയത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതിന് മുമ്പ് ബ്ലീഡിങ് ഉണ്ടായല്ലോ. ഈ 2 അവസ്ഥയെല്ലാം നമ്മൾ ഇവിടുന്ന് റിസസിറ്റേറ്റ് ചെയ്ത് ആണ് രോഗിയെ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം നോർമലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിട്ടത്. അവർ ഈ വെന്റിലേറ്ററിന്റെ ഒരു തുടർ ചികിത്സ ആവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. കാവ്യയുടെ അച്ഛന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പറവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. ചികിത്സാ രേഖകളടക്കം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ചികിത്സാ പിഴവുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയാൽ ഡോക്ടർമാരെ പ്രതി ചേർത്ത് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും എറണാകുളം റൂറൽ പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.